السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم فأذنت بالصلاة فارفع صوتك بالنداء فإنه لا يسمع مدي صوت المؤذن جن ولا إنس ولا شيء إلا شهد له يوم القيامة. റവാഹു അൽ ബുഖാരി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബാങ്ക് വിളിക്കുന്ന ആൾ മുഅദ്ദിൻ ശ്രദ്ധിക്കേണ്ടുന്ന സുന്നത്തുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അദ്ദേഹം ആടുകൾ യഥേഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആടുകളെ മേയ്ക്കാൻ വേണ്ടി കുന്നൻ ചെരുവിലും മലഞ്ചെരുവിലൊക്കെ പോകുന്ന ഒരാളാണ്. ഈ ഹദീസിന്റെ തുടക്കത്തിൽ കാണാൻ പറ്റും യാ അബീ സഈദ് അൽ ഖുദരി റആക എന്ന് പറഞ്ഞാണ് റസൂൽ തുടങ്ങുന്നത്. അബൂ സഈദ് അൽ ഖുദരി, നിനക്ക് ആടുകളോടും അതുപോലെ തന്നെ മേച്ചിൽ പുറങ്ങളോട്, അതായത് കുന്ന് മലകൾ തുടങ്ങിയ താഴ്വരകളോടും വലിയ ഇഷ്ടമുള്ള ആളായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇനി അവിടെ നീ നമസ്കരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫഅദൻത, നീ ബാങ്ക് വിളിക്കുക, ബിസ്വലാത്ത് നിസ്കാരത്തിന് വേണ്ടി. ഫർഫഅ സൗതക, നീ നിന്റെ ശബ്ദം ഉയർത്തുക. അത് മറ്റൊരാൾക്ക് അരോചകമായി തീരുന്ന രൂപത്തിലൊക്കെ ചില ആൾക്കാർ അറുത്തിട്ട പോത്തിന്റെ ചങ്കുന്ന് ശബ്ദം കിട്ടുന്ന പോലെ കറങ്ങറ ശബ്ദമൊക്കെ വരും. അങ്ങനെയൊന്നുമല്ല, മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ശബ്ദം ഉയർത്തിക്കൊണ്ട് ബാങ്ക് വിളിക്കണം. അങ്ങനെ ചെയ്താൽ ഫഇന്നഹു ലാ യസ്മഉ, അത് ആരും കേൾക്കുകയില്ല. പിന്നെ എന്തിനാ ഞാൻ ഒറ്റ കേൾക്കുന്നത്? ചിലക്കാർ കണ്ടിട്ടില്ലേ, നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വന്നിട്ട് കാണാം, നോക്കുന്നു ഏറ്റവും ലാസ്റ്റാര, എനിക്ക് കൊള്ളാൻ പറ്റുന്ന ആളാണോ തള്ളാൻ പറ്റുന്ന ആളോ, എന്നിട്ട് മൂപ്പരെ പോയിട്ട് തോന്നും ഒരു ബർക്കത്തും ഇല്ല. ചിലക്കാർ അങ്ങനെ തൊട്ടോടെ തൊട്ട് എന്തെങ്കിലും ബർക്കത്ത് തൊട്ട് ഞാൻ ഇങ്ങനെ മൂട്ട്, പിന്നെ അതിന്റെ പിന്നിൽ വേറൊരു ഭൂമി, ഇങ്ങനെ ഒന്നായിട്ട് ട്രെയിന് പോകണമായിരുന്നു നിസ്കാരം. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നമ്മൾ ലക്ഷക്കണക്കിന് ഹദീസുണ്ട്. ഏതെങ്കിലും ഒരു ഹദീസിൽ നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സഹാബി വന്നിട്ട് വേറൊരാളെ തോണ്ടി, വേറൊരാൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ അയാളെ തോണ്ടി, അങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ ഉറുമ്പ് പോണവരുടെ നിസ്കാരം കാണാൻ പറ്റൂല. പിന്നെ എന്താ ചെയ്യാം? അയാൾ മാറി നിന്നിട്ട് ഒറ്റക്കാണെങ്കിൽ, ഇതാ പറഞ്ഞത്, നീ ഒരു കുന്നിൻ തെരുവിലോ പിന്നെ ആടുകളുടെ കൂട്ടത്തിലായിരുന്നു ഒറ്റക്കാൽ നിസ്കരിക്കുന്നതാണെങ്കിൽ നീ തനിച്ച് ബാങ്ക് കൊടുക്കുക. ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് വിളിക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഒറ്റക്കാണെങ്കിൽ ജമാഅത്താണെങ്കിൽ ഒന്നും മതി, പള്ളിയിൽ ഒരു ബാങ്ക് മതി, ഒരു ഇഖാമത്ത് മതി. ഇനി ഒറ്റക്കാൽ നിസ്കരിക്കുമ്പോൾ വേറെ വേണം. അപ്പൊ തോന്നിപ്പത് എന്തിനാപ്പത് അങ്ങനെ, അതുകൂടി മനസ്സിലാക്കാൻ ഹദീസുണ്ട്. എന്തിനാണ് ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ തനിച്ച് നിസ്കരിക്കുന്ന ഒരാൾ, സ്വാഭാവികമായിട്ട് ചിലപ്പോൾ യാത്രക്കാരനെ ഒറ്റയ്ക്കാണെങ്കിൽ നേരെ വഴിയൊക്കെ ആണെങ്കിൽ അയാൾക്കൊരു എഴുതലാണ് എന്ത് ചെയ്യണം? ജമ്മും കസറും ആയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ നിസ്കരിക്കണം എന്നാൽ ഒന്ന് നമുക്കറിയാം. ജമ്മും കസറാക്കുക എന്ന് പറഞ്ഞാൽ രണ്ടിടത്തുള്ള തൊട്ടുള്ള നിസ്കാരങ്ങളിൽ ജം ആക്കുക, മൊഹറും അസറും മഗ്‌രിബും ഇശാഉം. ഇനി കസറാക്കുക എന്ന് പറഞ്ഞാലോ, ആ മൊഹറും അസറും ഒന്നുകിൽ മൊഹറിന്റെ സമയത്തോ അല്ലെങ്കിൽ അസറിന്റെ സമയത്തോ ചേർത്ത് നിസ്കരിക്കുമ്പോൾ 4 എന്നുള്ളത് 2 ആക്കി നിസ്കരിക്കാം. അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തേത് ഇപ്പോ മൊഹറാണ് നിസ്കരിക്കുന്ന ആദ്യമെങ്കിൽ ആ മൊഹറിന് ബാങ്കും ഇഖാമത്തും വിളിക്കാം. ഇനി അസറാണെങ്കിലോ, ശേഷം അസറാണെങ്കിൽ അതിന് ബാങ്കില്ല, ഇഖാമത്ത് വിളിച്ചാൽ മതി. സ്ത്രീകൾ അവർ ബാങ്കും ഇഖാമത്തും വിളിക്കേണ്ടതില്ല എന്നത് ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ ആളുകളും അതങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ ലാ യസ്മഉ, കേൾക്കുകയില്ല ബാങ്ക്. മദീ സൗത്തിൽ മുഅദ്ദിനിന്റെ ആ ഉയർന്ന ശബ്ദം. എന്നിട്ട് ഹദീസിന്റെ ബാക്കി കാണാട്ടോ, ആരൊക്കെ? ജിന്നുകള്, വല ഇൻസുൻ, മനുഷ്യര്, വല ഷൈഉൻ, അചേതനമോ സചേതനമായ ഒരു വസ്തു കേൾക്കുകയില്ല. ഇല്ലാ ഷഹിദ ലഹു, അയാൾക്ക് വേണ്ടി സാക്ഷി പറയുകയല്ലാതെ. എവിടെ? യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഖിയാമത്ത് നാളിൽ ഏതൊരു വ്യക്തി, അതിന് ഉറുമ്പാകട്ടെ ചെന്തു ജീവജാലങ്ങളാകട്ടെ, അതൊക്കെ നാളെ പടച്ചോന്റെ മുമ്പിൽ ഖിയാമത്ത് നാളിൽ എഴുന്നേറ്റ് പറഞ്ഞു, അല്ലാഹുവേ ഈ മനുഷ്യൻ ബാങ്ക് വിളിച്ചിട്ടുണ്ട്, അതിന് സാക്ഷി ഞാനാണെന്ന് പറയും. അപ്പൊ അത് ചില്ലറ കളിയല്ല, നിസ്സാരമായി കാണേണ്ട ഒന്നല്ല, കുറച്ചിലായി കാണേണ്ടില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ബാങ്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുറച്ചിലാണ്.
ചില ആൾക്ക് അതൊരു ആവേശം. ആ ആവേശം നാളെ പരലോകത്ത് അവനവന് ഗുണം കിട്ടണം. ഈ പറഞ്ഞ പോലെ സാക്ഷ്യം പറയുന്ന അല്ലെങ്കിൽ ഷഹീദാകുന്ന കുറെ ആളുകളെ തനിക്ക് അവിടെ സാക്ഷികളായിട്ട് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ബാങ്ക് വിളിക്കുന്നത് എങ്കിൽ തീർച്ചയായും അത് ഏതൊരു വ്യക്തിയാണോ കേൾക്കുന്നത്, അതല്ലെങ്കിൽ അതല്ലാത്ത കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കേൾക്കുന്നവർ മുഴുവനും നാളെ ഖിയാമത്ത് നാളിൽ ഈ ബാങ്ക് വിളിച്ചവന് സാക്ഷിയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു സാക്ഷികളെ സ്വരൂപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ നിദാ അല്ലെങ്കിൽ അദാൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവമായി തന്നെ കാണേണ്ടുന്ന ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഒറ്റക്കായിരുന്നാലും കൂട്ടമായിരുന്നാലും നമസ്കരിക്കുമ്പോൾ ആദ്യം ഇത് ഒന്ന് ഉച്ചത്തിൽ പറയുക എന്നുള്ളത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്നവരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും അബദ്ധങ്ങളും അനർത്ഥങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും പുറത്തും മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് ദുനിയാവിലും അതിന്റെ ഗുണം നാളെ ആഖിറത്തിലും ഉപകരിക്കാവുന്ന രൂപത്തിലാക്കി തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി അത്തരം തെറ്റുകുറ്റങ്ങൾ വന്നു പോകാതിരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരും പ്രായാധിക്യമുള്ളവരുമായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ ദിക്റുകളും ഔറാദുകളും ഇബാദത്തുകളും പ്രാഥമികമായ കാര്യങ്ങൾ വരെയും മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായിട്ടുള്ള സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിച്ച് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.